ജർമ്മനിയിലെ വിസ എക്സ്റ്റൻഷൻ ഇപ്പൊ ബയോമെട്രിക് ഫോട്ടോ QR കോഡ് ആയിട്ട് കൊടുക്കണം. അപ്പൊ എനിക്ക് ഈ സംഭവം അറിയണ്ടായിരുന്നില്ല, ഞാനൊക്കെ പണ്ടായിരുന്നു ചെയ്തത്. സോ ഞാൻ നേരെ DM-ൽ പോയി. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് കിട്ടിയില്ല സംഭവം എവിടെയാന്നുള്ളത്. അവസാനം ഇത് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടുള്ളത് കണ്ടു. അങ്ങനെ നേരെ സ്റ്റാഫിനെ വിളിച്ചു. സ്റ്റാഫ് വന്നു, ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ടെട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തു. പരിപാടി കഴിഞ്ഞു. സാധനം ഈ സെയിം സംഭവം സ്റ്റുഡിയോ പോയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20-25 euro ആവും. സോ മക്കളെ, സേവ് സം മണി. എന്തായാലും DM വരെ വന്നല്ല, എന്നാൽ കുറച്ച് പ്രോട്ടീൻ ആവാം. അതിന്റെ ചിക്കനും ഫിഷും കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എനിക്ക് പ്രോട്ടീൻ കിട്ടുന്ന ഒറ്റൊരു സോഴ്സ് ഈ സോയ ഫ്ലേക്സ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ കോഫ്ലാൻഡ് വരെ പോകാന്ന് വിചാരിച്ചു. അങ്ങനെ പോണ വഴിയിലാണ് ഫുള്ള് ഹലോവിൻ ഡെക്കറേഷൻസ്, ഐസ്ക്രീമിൽ വരെ. പിന്നെ ഞാൻ നോക്കിയപ്പോ അവിടെ ഒരു പ്രേതം വെറുതെ നിൽക്കണം. പാവല്ലേ, ഷെയ്ക്കിന്റെ കൊടുക്കാന്ന് വെച്ചിട്ട് ചുമ്മാ ഷെയ്ക്കിന് കൊടുത്താ. പിന്നെ അത് കഴിഞ്ഞ് കോഫ്ലാൻഡിൽ എത്തിയപ്പോ ഫുള്ള് ക്രിസ്മസിന്റെ ഡെക്കറേഷൻ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ക്രിസ്മസ് ആണ് ഹലോവിനാണ്. ഇവര് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കണം. ഒരു സൈഡിൽ ക്രിസ്മസ്, ഒരു സൈഡിൽ ഹലോവിൻ, ഒരു സൈഡിൽ ക്രിസ്മസ്, ഒരു സൈഡിൽ ഹലോവിൻ. അങ്ങനെ ഈ മാസ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊന്ന് ട്രൈ ചെയ്തു കൊള്ളാം. ഹലോവിന് പറ്റിയ സാധനം. അത് നമ്മൾ മെയിൻ ആയിട്ട് എടുക്കാൻ വന്ന സാൾട്ട് മേടിച്ചു. ബില്ലടിക്കാൻ പോയപ്പോൾ ഞാൻ DM-ന്ന് മേടിച്ച സാധനമൊക്കെ ഇവിടെയും ബില്ലടിച്ചു. അങ്ങനെ അവിടുത്തെ സ്റ്റാഫ് വന്ന് നമ്മൾ ബില്ലടിച്ച് കഴിഞ്ഞ് നേരെ കോഫ്ലാൻഡിൽ ഇറങ്ങി. അങ്ങനെ പിന്നെ നേരെ ബാക്ക് ടു ഹോം. നേരെ ബസ് കയറാൻ പോയി. ബസ് കയറിയപ്പോഴാണ് ബസ്സിൽ ചെറിയൊരു പണി കിട്ടി. ഇതാണ് കണക്ഷൻ ബസ്. വേറെ സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമ്മൾ മാറി കയറണം. ഈ പട്ടിക്കാട്ടിലാണെന്നുണ്ടെങ്കിൽ രാത്രി 6 മണിക്ക് ശേഷം ആരും ഉണ്ടാവില്ല. ഇത് കണ്ട, ഇത് കള്ളനാന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ ഇത് കള്ളനല്ല, ഞാൻ തന്നെയാണ് ബസ്സിന്റെ ടൈം നോക്കിയതാ. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ കയറി തിരിച്ചെത്തി ബാക്ക് ടു ഹോം.